വീക്കുകളിലൊക്കെ അനീഷിനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈപ്പും തള്ളിക്കയറ്റം എന്ന് വെച്ചാൽ അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് ഉണ്ടായിരുന്ന അനീഷ് ആയിരുന്നില്ല അവസാന വീക്കിൽ നമ്മൾ തിരിച്ച് കയറിയപ്പം അനീഷ് അത്രയ്ക്ക് കയറിക്കായിരുന്നു. അപ്പം ഞാൻ കിച്ചണിൽ പാചകം ചെയ്യുമ്പം അനീഷ് അവിടുന്ന് പാത്രമൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. വേറെ ആരുമില്ല, അനീഷ് തന്നെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അനീഷിനോട് പറഞ്ഞു, അനീഷ് പിന്നെ നീ വിട്, ബാക്കി ആരോടെങ്കിലും ചെയ്യാൻ പറ. ഇല്ല ജിഷ്ണുണ്ടായിക്കോളൂ, ഞാൻ ചെയ്തോളാം, ആരും ശല്യപ്പെടുത്തണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരും കെയറിങ് ആയിരുന്നു. ആ ലാസ്റ്റ് വീക്കുകളിൽ അനീഷ് ഭയങ്കര കെയറിങ് ആയിരുന്നു. നമ്മൾ വന്ന ആൾക്കാരെ മുഴുവൻ ഭയങ്കര കെയറിങ് ആയിരുന്നു. ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീങ്. എനിക്ക് തോന്നുന്നത് അനീഷും ഡിസർവിങ് ആയി. ഈ ഫൈനൽ വന്ന 5 പേരും ഡിസർവിങ് തന്നെ, എല്ലാവരും ഡിസർവ്. പക്ഷേ കളീൻ്റെ വ്യത്യാസം വരുമ്പോൾ അവസാനം അനുമോക്ക് കിട്ടി. വലിയ സന്തോഷം എന്ന് വെച്ചാൽ അനുമോൾ കുറേ ടോർച്ചറിങ്ങും അല്ലെങ്കിൽ കുറേ ഭയങ്കരമായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മീൻസ് എല്ലാ ഒറ്റപ്പെടലും മേ ബി അവളുടെ സ്ട്രാറ്റജി ആയിരിക്കും വാട്ടെവർ അതുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര സന്തോഷം അനുമോക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയതിൽ സന്തോഷം. ചേട്ടാ ഈ വൈൽഡ് എല്ലാവരും പുറത്തു പോയല്ലോ. അതെ, പുറത്തു പോയതിനു ശേഷം ഇപ്പം വന്ന് അകത്ത് ഈ റീ എൻട്രി ചെയ്ത സമയത്ത് അനുമോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്തവർ പോലെ അല്ലെങ്കിൽ എല്ലാവരും പ്ലാൻഡ് ആയിട്ട് ഒരു ചെയ്ത പോലെ എല്ലാവർക്കും ഫീൽ ചെയ്യും. പ്ലാൻഡ് എന്നല്ല, ഒന്ന് പഴയ ഞാനൊക്കെ എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ലായിരുന്നു. എനിക്ക് ആരോടും വിരോധം വെച്ചിട്ടോ അല്ലെങ്കിൽ അകത്ത് കയറിയിട്ട് അവരെ ടാർഗറ്റ് ചെയ്ത് പറയണമെന്നോ. ഇപ്പം ഓരോരുത്തരോട് ഇപ്പം പറയാം, ഈ ബിൻസിക്ക് ഇവളുടെ അടുത്ത് ഒരു കലിപ്പുണ്ടായിരുന്നു, അപ്പാനിക്ക് മറ്റേ മസ്താനിൻ്റെ അടുത്തൊരു കലിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ദേഷ്യം മൈൻഡിൽ കിടപ്പുണ്ടാവും. ഇവൾ പറഞ്ഞതോ പിടിച്ചതോ ഒക്കെ ആയിട്ടുള്ള ദേഷ്യം ഉണ്ടാവും. അത് അവിടെ പറഞ്ഞ് തീർക്കുന്നതാണ്. അവിടുന്ന് പറഞ്ഞു തീർത്തിട്ടാണല്ലോ എല്ലാവരും ഇറങ്ങിയത്. അപ്പോൾ അതങ്ങ് പറഞ്ഞു തീർക്കുമ്പം സ്വാഭാവികമായും അനുമോൾ ഒറ്റപ്പെട്ടു. അതാണ് സംഭവിച്ചത്. അത് അവൾക്ക് ഗുണകരമായി എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ അനീഷ് ലാസ്റ്റ് വീക്ക് എനിക്കൊന്ന് അനീഷ് വലിയ പിക്ചറിലേ ഇല്ലായിരുന്നു. അനീഷ് എന്ന് വെച്ചാൽ വേറൊരു കോൺട്രവേഴ്സിയോ അങ്ങനെ ഒരു ഐറ്റംസ് ആർക്കും അനീഷിൻ്റെ അടുക്ക് ഇല്ലായിരുന്നു പറയാൻ വേണ്ടി. അനീഷിൻ്റെ അടുക്ക് പോയിട്ട് മറ്റേ കാര്യം അവൻ എൻ്റെ അടുക്ക് സംസാരിച്ചത് എനിക്കൊന്ന് പറഞ്ഞു തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാളും പറയാനില്ല. എന്ന് വെച്ചാൽ അത്രക്കും അവൻ കെയർഫുള്ളായിട്ടായിരുന്നു കളിച്ചത്. ഒരാളെയും മനസ്സുകൊണ്ട് വേദനിപ്പിക്കാതെ രീതിയിലുള്ള കളിയായിരുന്നു അനീഷ് കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അനുമോൾ ഒറ്റപ്പെട്ടു പോയത്. ഇവർ അവരുടെ ദേഷ്യത്തിന് പറയുന്നു, പക്ഷേ പുറത്ത് അത് അനുമോൾക്ക് സപ്പോർട്ടായി. ഈ റീ എൻട്രികൾ അറിഞ്ഞുകൊണ്ട് അനുമോൾ ഇങ്ങനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് കയറിയ പോലെ തോന്നി? ഇല്ല, അങ്ങനെ കരിവാരി തേക്കാൻ വേണ്ടി കയറിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഓരോരുത്തരും അവരവരുടെ ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചു. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയായി മാറി, അത്രേ ഉള്ളൂ. നൂറ ഓൾറെഡി ടോപ്പ് 5 എത്തുന്നു. എല്ലാവർക്കും പ്രഡിക്ഷനും ഒരുപാടുണ്ടായിരുന്നു. ഇവരുടെ എവിക്ഷൻ ചേട്ടൻ്റെ പേഴ്സണലി എങ്ങനെയാണെന്ന് തോന്നുന്നു? ഇവരുടെ എവിക്ഷൻ പേഴ്സണലി അല്ല, അതാ പറഞ്ഞത്, ഓരോരുത്തർക്കും ഓരോരോ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നൂറയും പുറത്തായത്. നൂറ ആക്ച്വലി ഫസ്റ്റിലത്തെ കണ്ട നൂറയും അതിലെയൊക്കെ ഒരു ഫസ്റ്റ് 50 days ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. എല്ലാവരും കണ്ട തന്നെയല്ലോ, ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. പിന്നെയാണ് ഓരോ അതൊക്കെ വന്നപ്പോൾ പിന്നെ കുറച്ച് ഹൈപ്പ് കിട്ടി. അങ്ങനെ പോയി അവർ ആ ഒരു സ്ഥാനം വരെ എത്തി. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് അവർക്ക് അങ്ങനെ എത്താൻ വേണ്ടി പറ്റിയത്. അതങ്ങനെ അൺഫെയർ എവിക്ഷനോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ആ കറക്റ്റ് ടൈമായിരുന്നു. എല്ലാവർക്കും കറക്റ്റ് പൊസിഷൻ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പറയുന്ന പോലെ ഈ പ്രാവശ്യം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു കാര്യമാണ് PR വർക്ക് വിഷയം എന്ന് പറയുന്നത്. ചേട്ടനകത്തൊരു ഇരയാണെന്ന് പറയാൻ നമുക്ക് ഒന്ന് വേറൊരു കാര്യം എന്താ അറിയോ, ഇര എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. PR കാരണം നമ്മൾ ഔട്ടായി. PR കാരണം നമ്മൾ ഔട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ എന്താ ബാക്കിയുള്ളവർക്ക് PR വെച്ചുകൂടായിരുന്നോ, എനിക്ക് PR വെച്ചുകൂടായിരുന്നോ എന്ന് ഞാൻ ചിന്തിച്ചു. മീൻസ് നമ്മൾ അവരെ കുറ്റം പറയുന്നതിനേക്കാൾ ഈ PR ആവശ്യമുള്ളൊരു സാധനമാണ്. നമുക്ക് ബിഗ് ബോസിനുള്ളിൽ കയറുമ്പം ആവശ്യമുള്ളൊരു സാധനമാണ് PR. അത് വെക്കാത്ത വന്നവരല്ലേ മണ്ടന്മാർ അല്ലേ? എന്ന് വെച്ചാൽ ഇപ്പം അനുമോക്കായാലും അക്ബറിനായാലും ബാക്കി എനിക്ക് അറിയാവുന്ന എല്ലാവർക്കും PR ഉണ്ട്. എനിക്കൊന്നും ഞാൻ പ്രവീണും ഉണ്ട് ഫ്രണ്ട്സ് PR. പക്ഷേ ഈ പൈസയൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് പോകണമായിരുന്നു. അത് സത്യം. അത് ആ PR അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അവരുടെ ജോലി ചെയ്യുന്നതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു എവിക്ഷൻ ആ ഒരു സമയത്ത് എൻ്റെ നിർഭാഗ്യത്തിന് ആ ഒരു എവിക്ഷൻ സമയത്ത് മീനു ഒന്ന് വിളിച്ചിറക്കോടോ പ്ലീസ്, ഒന്ന് വിളിച്ചിറക്കോ ആ ബിൻസിയും അപ്പാനിയൊക്കെ ഒന്ന്. ഫ്ലൈറ്റ് മിസ്സാവും. ഞാനിവിടെ വെയിറ്റ് ചെയ്ത് അവരെ വണ്ടിയിലല്ലേ, അല്ലെങ്കിൽ ഞാൻ നമ്മളെ കഴിഞ്ഞപ്പം പിന്നെ വണ്ടിയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം. വണ്ടിക്ക് ഇവരൊക്കെ അങ്ങോട്ട് ചോദിക്കണം. ഓക്കെ, ഈ പറഞ്ഞ PR-ൻ്റെ ശരിക്കും ആ PR നമുക്ക് എന്താ പറയുക, നമ്മളെല്ലാവരും കൊടുത്തിട്ട് പോകണം തന്നെയാണ്. അത് കൊടുക്കാണ്ട് പോയവരാണ് മണ്ടന്മാർ. അങ്ങനെ ഞാൻ പറയും.
അത് നമ്മുടെ മണ്ടത്തരാണ്. ആ സമയത്ത് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന അനുമോളടക്കം അന്ന് ഈ നോമിനേഷൻ ഇല്ലായിരുന്നു. അപ്പം ആ വോട്ട് സ്പ്ലിറ്റായിട്ട് പോകും. അത് സ്വാഭാവികമായി എനിക്ക് തോന്നുന്നു ആ സമയത്ത് സാവുമാന് പോയി. അതെനിക്ക് മോശമായിട്ട് വന്നു. കാരണം അതുകൊണ്ടാണ് ഞാൻ ഔട്ടായത്. അല്ലാണ്ട് നമ്മളടിച്ചിറക്കി എന്നൊന്നും നമുക്ക് പറയാൻ പാടില്ല. നമ്മളിറങ്ങിയതിന് ശേഷം നമ്മൾ ഔട്ടായതിനു ശേഷം അതുകൊണ്ടാണ് നമ്മൾ ഔട്ടായത്, നമ്മൾ ഇതുകൊണ്ടാണ് ഔട്ടായത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഔട്ടായി. ഈ അനുമോൾക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് നടന്നല്ലോ ലാസ്റ്റ് വീക്കിൽ. ശൈത്യ അടക്കം തന്നെ പുറത്തത്തെ കാര്യം അകത്ത് പറയുന്നു. പിന്നെ ശൈത്യക്ക് അത് ഭയങ്കര സൈബർ ബുള്ളിങ് വരുന്നു. അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു ശൈത്യക്ക്. ഒന്ന് എന്താ അറിയോ, എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ നമ്മള് ഈ പറഞ്ഞ പോലെ, അതുമല്ല വേറൊരു ചൊല്ലുണ്ടായിരുന്നില്ല, എന്തോ ചെയ്യാൻ പോയി അത് തിരിച്ചിങ്ങോട്ട് കിട്ടിയ പോലെ ആയിപ്പോയി. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും അവരവരുടെ ദേഷ്യം എന്ന് വെച്ചാൽ പുറത്തിറങ്ങിയിട്ട് കിട്ടിയ ആ സൈബർ ബുള്ളിങ്ങും ഇതൊക്കെ കൊണ്ട് ആ ഒരു ദേഷ്യത്തിലും ഇതിലൊക്കെ കൂടിയാണ് അങ്ങോട്ട് കയറിയത്. അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ശരി ഇത് നാലാണ് പറയണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അത് ഇവർക്ക് അനുകൂലമായി മാറി. പക്ഷെ അത് അനുമോൾക്ക് അനുകൂലമായി. ഓക്കെ, അത് കാരണം ആദിലാനൂർക്ക് നെഗറ്റീവായി എന്ന് തോന്നുന്നു. ആദിലാനൂറൊക്കെ നെഗറ്റീവായി എന്ന് വെച്ചാൽ ഒന്ന് ആദിലയും നൂറയും ആദില പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഇപ്പുറത്തുള്ളത് അപ്പുറത്ത് പോയി പറയാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഊള പരിപാടിയാണ്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല. അവർ ഞാൻ പറയാം, അവർ ചെയ്തത് അതിന് മുമ്പ് ഇങ്ങനെ മാറി പോകുന്നു. ഇടയ്ക്ക് ഒരു ടാസ്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പം ഭയങ്കര സ്നേഹം, അത് കഴിഞ്ഞിട്ട് വേറെ ഒരു കാര്യം പറയാൻ വരുമ്പം ദേഷ്യം. ഇതെന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ഞാനും വിചാരിച്ചിട്ടുണ്ട് എന്താ അങ്ങനെ ഇങ്ങനെ വിചാരിച്ചിട്ട്. ശരിക്കും അത് മോശമായിട്ടുള്ളൊരു പ്രവൃത്തി തന്നെയായിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതിന് മുമ്പ് ഈ കട്ടപ്പ എന്നുള്ളൊരു പേര് വെറുതെ ട്രോള് പരിപാടി വന്നത്. പക്ഷേ ഈ രണ്ടാമത് റീ എൻട്രിക്ക് ശേഷം സെയിം മീൻസ് അതെല്ലാവരും അത് തന്നെയാണ് എന്നുള്ളൊരു ആ രീതിയിൽ വന്നു. അത് നമ്മളവിടെ ബിഹേവ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഓരോരുത്തർ ഇപ്പൊ മസ്താനി പുറത്തിറങ്ങിയിട്ട് മസ്താനി കയറി വന്നിട്ട് പോസിറ്റീവ് ആവല്ലേ. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത പ്ലാൻ എന്താ?